ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ സൂപ്പർ മാർക്കറ്റിൽ എന്നല്ലേ. ആഹ് ഇന്നലെയായിരുന്നു ശിശുദിനം. അപ്പോൾ ശിശുദിനത്തിൻ്റെ തലേ ദിവസം അംഗനവാടി പരിപാടിക്ക് വേണ്ടിയിട്ട് അംഗനവാടിയിൽ ശിശുദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഈ മാർക്കറ്റിലേക്ക്. അപ്പം ഞാനും അംഗനവാടിയിൽ വേറൊരു രക്ഷിതാവും കൂടിയാണ് മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ അംഗനവാടി പരിപാടിക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാനും പിന്നെ ഈ അലങ്കാരപ്പണികളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു. അപ്പോൾ അതുപോലെ തന്നെ അന്ന് ശിശുദിനത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് പ്ലക്കാർഡും തൊപ്പിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേറെ രക്ഷിതാവൊക്കെ കൂടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അംഗനവാടിയിലിരുന്ന് കുറച്ച് പ്ലക്കാർഡും തൊപ്പിയൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ. എവിടെ നിന്നൊക്കെയോ ഒരു ഫാൻസിയിൽ നിന്നൊക്കെ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന്. അപ്പോൾ അംഗനവാടിയിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാം കൂടെ ലേറ്റായപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ബാക്കി ഇനി വീട്ടിൽ നിന്ന് ചെയ്യാമെന്നും വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് ബാക്കി പണികളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതായത് തൊപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും റാലി പോകുന്ന സമയത്ത് തൊപ്പി ഇടാൻ വേണ്ടിയിട്ട് തൊപ്പി ഉണ്ടാക്കുകയാണ്. ചാച്ചാജിയുടെ അങ്ങനെ അതുപോലത്തെ തൊപ്പി ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് നല്ല ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ തൊപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് അംഗനവാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ അവിടെ കുറേ അലങ്കാര പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ബലൂൺ തൂക്കാനും ഇങ്ങനെ വർണ്ണക്കടലാസൊക്കെ ഒട്ടിച്ച് വെക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ റെഡിയാക്കി ഞാൻ വരുന്നതിന് മുന്നേ ടീച്ചർ കുറേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയതിന് ശേഷം കുറച്ച് ബലൂണൊക്കെ ഊതി വീർപ്പിച്ചു. പിന്നെ കുറച്ച് വർണ്ണക്കടലാസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള പണികളൊക്കെ നോക്കി. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. മക്കളെല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പനിനീർ പൂവൊക്കെ വെച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ടാട്ടോ വന്നത്. പിന്നെ രക്ഷിതാക്കളെല്ലാവരും അധികം ആൾക്കാരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ടീച്ചേഴ്സും ഒക്കെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും വന്നത്. അങ്ങനെ അംഗനവാടിയിൽ എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തു. പിന്നെ പായസം ടീച്ചർമാരെല്ലാവരും രണ്ടാളും കൂടെ പായസമൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളി പായസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി മക്കളതൊക്കെ റെഡിയായി നിൽക്കുകയാണ് റാലിക്ക് പോകാൻ വേണ്ടിയിട്ട്. തൊപ്പിയൊക്കെ വെച്ച് ബലൂണൊക്കെ പിടിച്ച് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി റാലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതിനിടയിൽ ടീച്ചർ തൊപ്പിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. ടീച്ചർ എല്ലാവരും വെച്ചത് കൊണ്ട് ടീച്ചർക്കൊരു ആശ, തൊപ്പിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം എന്നൊക്കെയുള്ളൊരു ആശ. അങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ. അതിലിടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. മക്കളെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഇങ്ങനെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് കാണാനും പിന്നെ റോസാപ്പൂവൊക്കെ വെച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. റാലി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൗൺസിലറായ പ്രമോദേട്ടന് ഒരു ആദരിക്കൽ ചടങ്ങ് ഉണ്ട്. ഈ വർഷത്തോടെ പുതിയ കൗൺസിലർ അടുത്ത വർഷം പുതിയ കൗൺസിലർ വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ കൗൺസിലറായിരിക്കുന്ന പ്രമോദേട്ടന് ഒരു ആദരിക്കൽ ഒരു മൊമെൻറ്റോ കൊടുക്കലോ അങ്ങനെ ഒരു പൊന്നാട അണിയിക്കൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. ഉറക്കപ്പാട്
അപ്പോൾ ഇതേ റാലിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നല്ല ഉഷാറായിട്ട് റാലിയിലൊക്കെ പങ്കെടുത്തു. നന്നായിട്ട് ജയ് ജയ് ചാച്ചാജിന്നോ അവരെ പഠിപ്പിച്ച പാട്ടും ഒക്കെ നന്നായിട്ട് അവർ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. അംഗനവാടിയിലെത്തി മക്കളൊക്കെ ഒരു നന്നായിട്ട് ഇരുന്നു, വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. പ്രമോദേട്ടന് മൊമൻറ്റോ കൊടുക്കണം. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ നാട്ടിലെ പ്രമുഖരായ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീച്ചർ സ്വാഗതമൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതമൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ നമ്മുടെ പ്രമോദേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളും ഒക്കെ അവിടെയുള്ള രക്ഷിതാക്കൾക്കും മക്കൾക്കും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. കുറേ രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് രക്ഷിതാക്കളും റാലിയിലൊക്കെ പങ്കെടുത്തു ഞങ്ങളെല്ലാവരും. അങ്ങനെ അടുത്തത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കൃഷ്ണക്കുറുപ്പേട്ടൻ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹവും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രമോദേട്ടന് പൊന്നാട അണിയിക്കുകയാണ്. നമ്മുടെ മുൻ കൗൺസിലറായ ലതേച്ചിയാണ് പൊന്നാടയൊക്കെ അണിയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രമോദേട്ടന് ടീച്ചറും നമ്മളെ ശോഭേച്ചിയും കൂടെ അംഗനവാടി വർക്കറായ ശോഭേച്ചിയും കൂടെ മൊമൻറ്റോ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് മൊമൻറ്റോ ഒക്കെ കൊടുത്തു. നല്ലൊരു സന്തോഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. എല്ലാവർക്കും അത്രയും നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആശംസ പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതിനിടയിൽ നമ്മുടെ മക്കൾക്ക് പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ടീച്ചറും നമ്മുടെ ശോഭേച്ചിയും ഒക്കെ കൂടെ ഉണ്ടാക്കിയ പായസം എല്ലാ മക്കളും നന്നായിട്ട് കുടിച്ചു. മക്കൾക്ക് മാത്രമല്ല, അവിടെ വന്ന എല്ലാവർക്കും പായസം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളൊക്കെ നന്നായിട്ട് കുടിക്കുകയാണ്. രക്ഷിതാക്കൾക്കും അവിടെ വന്ന് ക്ഷണിച്ചിട്ടുള്ള എല്ലാവർക്കും പായസമൊക്കെ കൊടുത്തു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ആശംസ പറയുന്നവർ അവിടുന്ന് ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ പായസ വിതരണം നടത്തിയത്. അവരുടെ സമ്മതത്തോടു കൂടിയാണ് പായസമൊക്കെ മക്കൾക്ക് കൊടുത്തത്. പായസം മക്കൾ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും അവരുടെ ആശംസ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആശംസയൊക്കെ അറിയിച്ച് നമ്മുടെ ശോഭേച്ചി നന്ദിയൊക്കെ പറഞ്ഞു. എല്ലാവർക്കും വന്നവർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞ് അവരൊക്കെ പോവുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ തന്നെ മടങ്ങുകയാണ്. അവർ മടങ്ങിയതിന് ശേഷം ടീച്ചറും മക്കളും പിന്നെ രക്ഷിതാക്കളും ഒക്കെ കൂടെ അവിടുന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാ മക്കളും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ സന്തോഷമാണല്ലോ. ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നന്നായിട്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ശിശുദിന ആഘോഷ പരിപാടികൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ അറിയിക്കണേ.